പാരീസ് ഒളിമ്പിക്സിൽ മത്സരങ്ങൾ മുന്നേറുമ്പോൾ മലയാളി താരങ്ങളും ആവേശത്തിലാണ്. ആരൊക്കെയാണ് രാജ്യത്തിന്റെ സംഘത്തിനൊപ്പം മലയാളി സാന്നിധ്യമാകുന്നത്? പരിശോധിക്കാം മലയാളി അറ്റ് പാരീസ്. മെഡലുമായി പാരീസിലുള്ളത് ഒരേ ഒരു മലയാളിയാണ്, നമ്മുടെ സ്വന്തം PR ശ്രീജേഷ്. ടോക്കിയോയിലെ വെങ്കല മെഡൽ സ്വർണമാക്കാൻ ഒളിമ്പിക് ഹോക്കി ടീമിന്റെ കാവൽക്കാരനായി ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് PR ശ്രീജേഷ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ വിജയത്തിൽ നിർണായകമായത് PR ശ്രീജേഷിന്റെ പ്രകടനമാണ്. അതോടൊപ്പം ഇത്തവണ ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കുന്നതിനാൽ ഇന്ത്യൻ ഇതിഹാസത്തിനായി സ്വർണം നേടണമെന്നാണ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് താരങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോക്കിയിൽ നേടാവുന്നതെല്ലാം നേടിയ ശ്രീജേഷിന് ഇനി സ്വർണ്ണ നേട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. ന്യൂസിലൻഡാണ് ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. ഏറ്റവും അധികം മലയാളികൾ ഇത്തവണ യോഗ്യത ഉറപ്പിച്ചത് അത്ലറ്റിക്സിലാണ്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ മലയാളി കൂട്ടമാണ് ഇന്ത്യൻ ജേഴ്സി അണിയുക. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, ലിജോ ചാക്കോ കുര്യൻ, ഡൽഹി മലയാളി അമോജ് ജേക്കബ് എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യൻ ടീം. ടീമിലുള്ള 5 പേരിൽ 4 മലയാളികളെന്നത് നേട്ടം. ലോകവേദിയിൽ അത്ലറ്റിക്സിൽ പ്രത്യേകിച്ച് ട്രാക്ക് ഇനങ്ങളിൽ ഇന്ത്യ മികവ് പുലർത്താറില്ല. ഫൈനലെങ്കിലും ഒളിമ്പിക്സിൽ ഉറപ്പിക്കാനായാൽ അത് ചരിത്ര നേട്ടമാകും. അത്ലറ്റിക്സിലെ മറ്റൊരു മെഡൽ പ്രതീക്ഷയാണ് ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കർ. ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ നേട്ടത്തോടെ ലോകവേദിയിൽ വരവറിയിച്ച അബ്ദുള്ള കഴിഞ്ഞ വർഷത്തെ ബാങ്കോക്ക് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണമണിഞ്ഞാണ് പാരീസിനൊരുങ്ങുന്നത്. ബാഡ്മിന്റൺ കോർട്ടിലാണ് മലയാളികൾ ഉറ്റുനോക്കുന്ന മറ്റൊരു മെഡൽ HS പ്രണോയ്. ലോക ബാഡ്മിന്റൺ റാങ്കിംഗ് 6ാം സ്ഥാനത്തേക്ക് വരെ എത്തിയ HS പ്രണോയ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മികച്ച ഫോമിലാണ്. കഴിഞ്ഞ വർഷം ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയാണ് മലയാളി താരം പാരീസിലെത്തിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ നേടിയ വെങ്കലവും പ്രണോയുടെ അക്കൗണ്ടിലുണ്ട്. 2018 കോമൺവെൽത്ത് ഗെയിംസും 2022 തോമസ് കപ്പും ജയിച്ച ഇന്ത്യൻ ടീമിലും പ്രണോയ് അംഗമായിരുന്നു. പാരീസിൽ യോഗ്യത ഉറപ്പിച്ചിട്ടും പരിക്ക് കാരണം പിന്മാറേണ്ടി വന്ന M ശ്രീശങ്കറാണ് ഇത്തവണ മലയാളികളുടെ ഏറ്റവും വലിയ നിരാശ. അതോടൊപ്പം PT ഉഷയെയും അഞ്ജു ബോബി ജോർജിനെയും ഷൈനി വിൽസനെയും എല്ലാം സംഭാവന ചെയ്ത കേരളത്തിൽ നിന്ന് ഇത്തവണ ഒരു വനിതാ താരം പോലും ഒളിമ്പിക്സിന് യോഗ്യത ഉറപ്പിച്ചിട്ടില്ലെന്നതും നിരാശ. ഇത്തവണ കളത്തിലിറങ്ങുമ്പോൾ PR ശ്രീജേഷിനെ മറ്റൊരു റെക്കോർഡ് കൂടി കാത്തിരിക്കുന്നുണ്ട്. 4 ഒളിമ്പിക്സിൽ പങ്കെടുത്ത PT ഉഷയുടെയും ഷൈനി വിൽസന്റെയും പേരിലുള്ള റെക്കോർഡ് ശ്രീജേഷിനും സ്വന്തമാകും.